കണ്ണിൽ കാണുന്നില്ല എന്നതൊക്കെയും തൗഹീദിൻ്റെയോ ഷിർക്കിൻ്റെയോ മാനദണ്ഡമല്ല. അപ്പം നമ്മളെ ഉമ്മയെ നമ്മളിപ്പോൾ സ്നേഹിക്കുന്നുണ്ട്. ഉമ്മയുടെ നാട്ടിൽ, വീട്ടിൽ, ചിലപ്പോൾ ഖബറിൽ ഒക്കെ ആയിരിക്കാം. ആ ഉമ്മയെ നമ്മൾ സ്നേഹിക്കുന്നു. ആ സ്നേഹം ഷിർക്കാകുമോ? ഇല്ല. അപ്പം കണ്ണിൽ കാണുന്നില്ല എന്നതല്ല ഷിർക്ക് തൗഹീദിൻ്റെ മാനദണ്ഡം. അപ്പം ഈ ശബ്ദം അല്ലാഹു തആല കേൾക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത് അല്ലാഹുവിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഈ ശബ്ദം മുഹീദ്ദീൻ ശൈഖ് ഇപ്പോൾ കേൾക്കുന്നുണ്ട് എന്നുള്ള വിശ്വസിച്ചാൽ എന്തായാലും വിധി എന്തായിരിക്കും? പറയും ഷിർക്കാണ്. എങ്ങനെ ഷിർക്കായി? മുഹീദ്ദീൻ ശൈഖ് ഈ സംസാരം കേൾക്കണമെങ്കിൽ ബഗ്ദാദിലെ ഖബറിൽ കിടക്കുന്ന ശൈഖിന് ഭൗതികമായ കണ്ണും കാതും ഒന്നും ഇപ്പോൾ ഇല്ലെങ്കിലും ആ വ്യവസ്ഥകൾക്ക് അതീതമായ കാഴ്ചയും കേൾവിയും അറിവും കഴിവുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ ശൈഖിന് ഈ ശബ്ദം കേൾക്കാൻ കഴിയൂ എന്ന് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അവിടെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ശൈഖിന് വകവെച്ചു കൊടുത്തു. ഈ സംസാരം ഇപ്പോൾ മലക്കുകൾ കേൾക്കുന്നുണ്ടാകും എന്ന് വിശ്വസിച്ചാൽ ഷിർക്കാകുമോ? ഇല്ല. എന്തുകൊണ്ട്? ഇൽമിൻ്റെ മജ്ലിസിൽ മലക്കുകൾ ഉണ്ടാവുമെന്ന് നബി തങ്ങൾ പറഞ്ഞതാണ്. ഈ സംസാരം ഇവിടെയുള്ള ജിന്നുകൾ കേൾക്കുന്നുണ്ടാകാം എന്ന് വിശ്വസിച്ചാൽ ഷിർക്കാകുമോ? ഇല്ല. അവർക്ക് കാഴ്ചയും കേൾവിയും ഒക്കെ ഉണ്ട്. അവരിവിടെ ഭൂമിയിലാണ് താമസിക്കുന്നത്, അതുകൊണ്ട് അവർ കേട്ടേക്കാം. എന്നാൽ ലോകത്തെ എവിടെയുമുള്ള ജിന്നുകൾ ഈ സംസാരം കേൾക്കും എന്ന് വിശ്വസിച്ചാലോ? ഷിർക്ക് വന്നു. എന്നോ മരിച്ചുപോയൊരു ജിന്ന് ഈ സംസാരം കേൾക്കുന്നു വിശ്വസിച്ചാലോ? ഷിർക്ക് വന്നു. കാരണം വ്യവസ്ഥകൾക്ക് അതീതമായ കേൾവിയും കാഴ്ചയും അപ്പോൾ ആ ജിന്നിനെ നമ്മൾ വകവെച്ചു കൊടുത്തു. നബി തങ്ങളെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ട്? നബി നമ്മൾ കാണുന്നില്ല, കാണുന്നുണ്ട് എന്നതല്ല ഷിർക്ക് തൗഹീദിൻ്റെ വ്യത്യാസം. ഒന്ന്, അല്ലാഹു തആല നമ്മോട് ആവശ്യപ്പെട്ടു നബിയെ സ്നേഹിക്കണം. രണ്ട്, നമുക്ക് ഇസ്ലാമിൻ്റെ വഴി പഠിപ്പിച്ചത് അല്ലാഹു നിയോഗിച്ച റസൂലാണ്. ആ നിലക്കാണ് നബിയെ സ്നേഹിക്കുന്നത്. എന്നാൽ നബി തങ്ങൾ ഇപ്പോഴും എന്നെ കാണുന്നു, എന്നെ കേൾക്കുന്നു, എൻ്റെ ശബ്ദം അറിയുന്നു, എൻ്റെ എല്ലാം ഇടപെടുന്നു, ഞാൻ വിളിച്ചാൽ എന്നെ ഇടപെടും, എന്നെ സഹായിക്കും. ആ നിലക്കാണ് നബിയെ സ്നേഹിക്കുന്നതെങ്കിലോ ആ സ്നേഹം ഷിർക്കായി. മലക്കളെ സ്നേഹിക്കുന്നു. എന്തടിസ്ഥാനത്തിൽ? ഒന്ന്, അല്ലാഹു ആവശ്യപ്പെട്ടു. രണ്ട്, ഒരു ആദർശ ബന്ധം. അല്ലാഹു തആലക്ക് വഴിപ്പെടുന്ന അടിമകൾ എന്ന നിലയ്ക്കുള്ളൊരു ബന്ധം നമുക്ക് മലക്കളോടുണ്ട്. മലക്കളെ സ്നേഹിക്കൽ വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ ഭാഗമായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ മലക്കുകൾ എൻ്റെ ജീവിതത്തിൽ അബോധികമായി ഇടപെടും, മലക്കുകൾ എൻ്റെ എല്ലാത്തിലും ഇടപെടും എന്ന വിശ്വാസമാണെങ്കിലോ അവിടെ അല്ലാഹുവിന്റെ സ്ഥാനത്തേക്ക് മലക്കുകളെ വെച്ചു. അതാണ് വ്യത്യാസം. അപ്പം കണ്ണിൽ കണ്ടില്ല അപ്പോൾ ഷിർക്കായി, കണ്ണിൽ കണ്ട തൗഹീദായി എന്നല്ല. കണ്ണിൽ കാണുകയോ കാണാതിരിക്കുകയോ എന്നതല്ല അദൃശ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ 5 വാക്ക് ഉപയോഗിച്ചു. അദൃശ്യം, അസാധാരണം, അഭൗതികം, മറഞ്ഞ വഴി. ഈ 4 വാക്കും ഏതർത്ഥത്തിലാണ്? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം. കെ എം മൗലവിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആദിയായ സബബുകൾക്ക് അതീതം. ആദി എന്ന സാധാരണയായ സബബുകൾ, കാരണങ്ങൾക്ക് അതീതമായത് എന്നാണ് കെ എം മൗലവി റഹിമഹുല്ലാ അദ്ദുആ വൽ ഇബാദ എന്ന പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചത്. അതാണ് സ്നേഹമാവട്ടെ. ഇനി ഭയം അങ്ങനെ തന്നെയാണ്. ഭയം, അള്ളാഹിനെ പേടിക്കുന്നു. ഒരാൾ ശത്രുവിനെ പേടിക്കുന്നു, ഒരാൾ ഒരു മൊഹീദ്ദീൻ ശൈഖിനെ കുരുത്തക്കേട് പേടിക്കുന്നു. എന്താ വ്യത്യാസമുള്ളത്? അള്ളാഹിനെ പേടിച്ചു, അത് ഈമാൻ്റെ ഭാഗമാണ്. ശത്രുവിനെ പേടിച്ചു, ഷിർക്കാണോ? അല്ല. ശത്രുവിൻ്റെ ബാഹ്യമായ വ്യവസ്ഥകളുടെ ഉള്ളിലുള്ള ബുദ്ധിമുട്ടിക്കലിനെയാണ് നമ്മൾ ഭയപ്പെടുന്നത്. മൊഹീദ്ദീൻ ശൈഖിനെ പേടിച്ചു, കുരുത്തക്കേട്ടു എന്ന്. അപ്പോഴോ മൊഹീദ്ദീൻ ശൈഖ് പിന്നെ ഖബറിന്ന് എണീറ്റ് ഇവിടെ വന്നിട്ട് നമ്മളെ മൂന്നൊക്കെ അടിച്ചോ എന്നുള്ള പേടിയാണോ? അല്ല. ശൈഖ് അവിടെ കിടന്നുകൊണ്ട് ചില ദോഷങ്ങൾ എനിക്ക് വരുത്തി വെക്കാൻ കഴിവുള്ളവരാണ്. അപ്പോൾ അദൃശ്യമായ, അഭൗതികമായ, അസാധാരണമായ, മറഞ്ഞ വഴിക്കുള്ള കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവ് ശൈഖിനുണ്ട് എന്ന് വകവെച്ചു കൊടുത്തു. നമ്മൾ പാമ്പിനെ പേടിക്കുന്നു. ഒരു പാമ്പിനെ കണ്ടാൽ നമ്മളൊക്കെ ഒന്നിട്ട് ബേജാറാവും. ആ പേടി ഷിർക്കാണോ? അല്ല. എന്നാൽ പാമ്പിനെ പൂജിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അവർ പാമ്പിനെ കണ്ടാൽ നേരെ കൈകൂപ്പി നിൽക്കുന്നു. ഇത് ഷിർക്കാണോ? ആണ്. എന്താ വ്യത്യാസം? അവിടെ പാമ്പ് കൊത്തുമോ എന്ന ഭയമല്ല. ഈ പാമ്പ് ദൈവത്തിൻ്റെ അവതാരമാണ്. ഈ പാമ്പിൽ നിന്ന് ചില ഷെറുകൾ എനിക്ക് വന്നേക്കാം. അതേതാ? കൊത്തിയിട്ട് വിഷമേൽക്കുക എന്നുള്ള ഷെറല്ല. അതിനപ്പുറത്ത് സർപ്പം കോപിക്കും, സർപ്പത്തിന് ശാപമുണ്ടാകും. അവിടെ ആ സർപ്പത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പലരും കൊണ്ടുപോയി വെച്ചു കൊടുക്കുന്നു. ആ സർപ്പത്തിനുള്ള ഭയം ഷിർക്കായി മാറി. ആ സർപ്പത്തിനുള്ള പ്രതീക്ഷ ഷിർക്കായി മാറി. ആ കൈകൂപ്പൽ ഷിർക്കായി മാറി. അത് ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. അതാണ് കുഞ്ഞീദ് മദനി എഴുതിയത്. അഭൗതികമായ മാർഗത്തിൽ അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി
ഗുണവും ദോഷവും വരുത്താനുള്ള കഴിവുണ്ട് എന്ന വിശ്വാസമാണ് ഇബാദത്തിൻ്റെ അടിസ്ഥാനം. അത്തരം കഴിവ് വ്യക്തിക്കോ ശക്തിക്കോ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അർപ്പിക്കപ്പെടുന്ന വിനയവും താഴ്മയും സ്നേഹവും ഭയവും ഒക്കെ ആരാധനയായി മാറും. അപ്പോൾ അത്തരം വിശ്വാസം നബിയോടുണ്ടോ, ആ സ്നേഹം ശിർക്കായി. അത്തരം വിശ്വാസം ജിന്നിനോടുണ്ടോ, ആ ജിന്നെ സഹായിക്കും വിശ്വസിച്ചാൽ ശിർക്കായി. അത്തരം വിശ്വാസം മലക്കിനോടുണ്ടോ, ആ മലക്ക് ഇടപെടും വിശ്വസിച്ചാൽ ശിർക്കായി. അത്തരം വിശ്വാസം മഹാന്മാരുണ്ടോ, അവർ ഇടപെടുന്ന വിശ്വസിച്ചാൽ ശിർക്കായി. കാരണം അങ്ങനെ ഇടപെടാൻ അല്ലാഹു തആലക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് ഇതിൻ്റെ അടിസ്ഥാനം. വല്ലാഹു അഅലം.